ക്ലാസ്സുകളിലേക്ക് പോകും. ക്രെഡിറ്റ് കാർഡ്സിലൂടെയും ഡെബിറ്റ് കാർഡ്സിലൂടെയും ഓഫറിംഗ് ഇടുന്നവർ ഓഫീസിലേക്ക് ചെന്നാൽ അവിടെ വെച്ച് അത് ചെയ്യുവാൻ സാധിക്കും. പാസ്റ്റർ സ്റ്റാൻലി എബ്രഹാം. Jesus, 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 Jesus. Oh, Jesus. Children of God in Christ Jesus, we greet you in Jesus' name. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളായ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവാം ദൈവം ക്രിസ്തുവേശുവിൽ നമ്മെ അംഗീകരിച്ചിരിക്കുന്നു. പിതാവാം ദൈവം ക്രിസ്തുവേശുവിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. പിതാവാം ദൈവം ക്രിസ്തുവേശുവിൽ നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. നന്ദിയോടെ നമുക്ക് പാടി അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. चाहे तुमको दिल से गाए ये गीत मिलके तेरे नाम यीशु नाम कीजिए. चाहे तुमको जिस नाम में है जिंदगी वो नाम है यीशु मसीह. ओ जिस नाम में है बंदगी वो नाम है यीशु मसीह. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम. आइए मिलकर यीशु के लिए यीशु नाम, 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 यीशु नाम. അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. വിശ്വാസത്തോടെ അവന്റെ നാമം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്നു. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ പുനരുദ്ധാനത്തിന്റെ ശക്തി മൺകൂടാരവന് വെളിപ്പെടുന്നു. യേശു നാം, യേശു നാം, യേശു നാം, യേശു നാം. Joy of the Lord, peace of the Lord, the rest in the Lord, release Yeshua. കർത്താവിന്റെ സന്തോഷമുണ്ട്, ഹൃദയങ്ങൾ നിറയട്ടെ. ക്രിസ്തുവിന്റെ സമാധാനമുണ്ട്, ഹൃദയങ്ങൾ പൂരിതമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവ, യേശുവ, യേശുവ. यीशु नाम में गलती
यीशु नाम में मिलती है शिफा, यीशु नाम में मिलती है कृपा, यीशु नाम में करना दुआ, यीशु नाम, यीशु नाम, ओ यीशु यीशु नाम कीजिए, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम कीजिए, यीशु नाम, यीशु नाम, हालेलुया, यीशु नाम, यीशु नाम, हालेलुया, ചേർന്ന് കരങ്ങളെ ഉയർത്തി, come on. Glory. കർത്താവിന്റെ തേജസ്, 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 തേജസ്. Glory of the Lord shines on. യേശു നാമം, യേശു നാമം, യേശു നാമം, യേശു നാമം. The glory, Shekinah glory, Shekinah glory, Shekinah glory. Hallelujah. Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam, King of glory, King of glory, King of glory, Yeshua, hallelujah. Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam, Jesus, Jesus. The light of His glory shine upon us, shine upon us. Yeshu naam, 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 कीजिए. Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam. ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്താലും ആ നാമം നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. ചില നിമിഷങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, കർത്താവേ ആ നാമം എന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ, ആ നാമം എന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ, ആ നാമം എന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ, എല്ലാ നാമത്തിനും മീതെയുള്ള യേശുവിന്റെ നാമം എന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ ഒരു അധരവും ചലിക്കാതെ വിടിരിക്കൽ. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. ചില നിമിഷങ്ങൾ കരങ്ങൾ അടിച്ച് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട നാമം, എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട നാമം, എന്ന് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന നാമം, ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട നാമം, അതിലുള്ള വിടുതൽ, അതിലുള്ള അനുഗ്രഹം, അതിലുള്ള നന്മകൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കർത്താവ് റിലീസ് ചെയ്തിരിക്കുകയാൽ സ്തോത്രം. കർത്താവേ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രയർ റിക്വസ്റ്റ് ഓരോന്നും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ, പ്രാർത്ഥനകളുടെ മറുപടികൾ വ്യക്തമായി കയ്യിൽ ലഭിക്കുവാൻ, ഇവിടെ ലഭിച്ച പ്രാർത്ഥനാ വിഷയങ്ങളും ഇതിന്റെ അകത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ
ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നീതിയോടെ ജ്ഞാനത്തോടെ മറുപടി തരുന്ന കർത്താവേ, ഹല്ലേലൂയ, നീതിയോടെ ജ്ഞാനത്തോടെ അങ്ങയുടെ മറുപടികൾ ഓരോ വിഷയങ്ങൾക്കും അരുളുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വെബ്കാസ്റ്റിൽ കൂടെ ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിൽ ആവശ്യമുള്ള ഒരു വിടുതലിനായി, ഒരു ദൈവിക മറുപടിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നിവിടെ സമർപ്പിക്കപ്പെട്ട ഓരോ ഓഫറിംഗ്, ഓരോ ദശാംശ ഭാഗങ്ങൾ, ഇതിലേക്ക് നീട്ടപ്പെട്ട ഓരോ കരങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെയും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുമായി ക്രെഡിറ്റ് കാർഡ്സിൽ കൂടെ, ഡെബിറ്റ് കാർഡ്സിൽ കൂടെ ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഓരോ ഓഫറിങ്ങിനെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ധാരാളമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം അവരുടെ ആരോഗ്യത്തിൽ, അവരുടെ ആത്മീയ ജീവിതത്തിൽ, അവരുടെ ബന്ധങ്ങളിൽ, അവരുടെ ജോലിയിൽ, അവരുടെ സാധ്യതകളിൽ, പുതിയ അവസരങ്ങളിലൊക്കെയും വിശ്വസ്തത തെളിഞ്ഞു വരുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. ഇതിനെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇതിലേക്ക് കരം നീട്ടുവാൻ കഴിയാതെ ഭാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും ശബ്ദമുയർത്തി പറയട്ടെ, ആമേൻ, ആമേൻ, ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാൽ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ് പറയുന്നതിന് മുമ്പേ ഞാൻ പറയട്ടെ, നമ്മുടെ ഹാൾ പാക്കായി കഴിഞ്ഞു. നമ്മുടെ റിസപ്ഷൻ ടീമിലുള്ളവർ ഇരിക്കുവാൻ കസേരയില്ലാതെ നിൽക്കുകയാണ്. പക്ഷേ പുറത്ത് ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. ഓവർഫ്ലോ ചാപ്പലായിട്ട് അവിടെ ഉപയോഗിക്കുവാൻ സാധിക്കും റിസപ്ഷൻ ഏരിയ. പക്ഷേ വെളിയിലിരുന്ന് ടി വിയിൽ കൂടെ കാണുന്നവർ, സൺഡേ സ്കൂളിലേക്ക് പോയ കുഞ്ഞുങ്ങൾ ഇവിടെ ചില ചെയർസ് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ കസേരകളിൽ ഇരിക്കുവാൻ സാധിക്കുമെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. പക്ഷേ വളരെ ദൂരം യാത്ര ചെയ്ത് ബന്ധപ്പെട്ട് വരുമ്പോൾ വെളിയിലിരിക്കുന്നതും നല്ലതല്ല. അതുകൊണ്ട് ട്രൈ ടു കം സ്ലൈറ്റ്ലി ഏർലി. 8 മണിക്ക് വരാൻ സാധിക്കാത്തവർ 10:45 സർവീസിന് വരുവാൻ സാധിക്കുമെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് ഇരിക്കുവാനുള്ള ആവശ്യത്തിലുള്ള സ്ഥലമുണ്ടല്ലോ. 2 സർവീസാണ് മാത്രം. സോ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സോ അകത്ത് ഇവിടെ കർത്തൃമേശ സെർവ് ചെയ്യുമ്പോൾ റിസപ്ഷൻ ടീമിലുള്ളവരും കർത്തൃമേശ സെർവ് ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം. ഹോളി കമ്മ്യൂണിയൻ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ എലിമെൻറ്റ്സ് ആവശ്യമുള്ളവർ ആ സമയം ഹാളിൻ്റെ അകത്തേക്ക് വന്നാൽ ഹാളിൻ്റെ അകത്ത് വെച്ച് അവർക്കും കൂടെ ഉള്ള കമ്മ്യൂണിയൻ സർവീസ് നടക്കുന്നതായിരിക്കും. സെക്കൻഡ് സർവീസിൽ വെയിറ്റ് ചെയ്യുവാൻ കഴിയുന്നവർ, ഇല്ലെങ്കിൽ അതിനുവേണ്ടി അല്പം നേരത്തെ വന്നിട്ടുള്ളവർ, അവർ ദയവായിട്ട് ആ സമയം ഹോളി കമ്മ്യൂണിയൻ എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ, സെക്കൻഡ് സർവീസിന് അവരുണ്ടെങ്കിൽ ദയവായിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ആരാധനയുടെ പങ്കെടുക്കുന്ന ഭാഗങ്ങൾ ക്രമീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്തദാസന്മാരെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തു. 1-2 പേരെ കൂടെ പരിചയപ്പെടുത്തുവാനുണ്ട്. ഡാഡി അത് ചെയ്തോളും. ഡാഡി കർത്തൃമേശയ്ക്ക് വേണ്ടി കടക്കുമ്പോൾ അത് ചെയ്യുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് മുതൽ വരുന്ന സാറ്റർഡേ വരെ ബർത്ത്ഡേസ് ആഘോഷിക്കുന്നവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് മുതൽ വരുന്ന സാറ്റർഡേ വരെ ഈ ഒരാഴ്ച 7 days ബർത്ത്ഡേസ് ആഘോഷിക്കുന്നവർ, സഭയുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എനേറ്റ് നിന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിൽ യു പ്ലീസ് സ്റ്റാൻഡ്? താങ്ക് യു. എനേറ്റ് നിൽക്കുന്നവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഇവരോട് ചേർന്ന് ഏതെങ്കിലും ഒരു ഇവരോട് ചേർന്ന് ഏതെങ്കിലും ഒരു ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ, സഭയുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, വെഡിങ് ആനിവേഴ്സറി മുതൽ എനിത്തിങ് ദാറ്റ് യു വാണ്ട് ടു സെലിബ്രേറ്റ് ബിഫോർ ഗാഡ്, ദൈവസന്നിധിയിൽ ആനിവേഴ്സറീസ് ആഘോഷിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവർക്കായും പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിൽ പട്ടണം വിട്ടു പോകുന്നവർ, യു ലിവിങ് ഫോർ എ സ്മോൾ വെക്കേഷൻ, മേ ബി ഒരു 3 days മുതൽ ഫോർ എ ലോങ്ങർ പീരീഡ് അപ് ടു 3 months ഈ പട്ടണം വിട്ടു പോകുന്നവർ, യാത്രകൾക്കായി പോകുന്നവരുണ്ട്. എന്നോട് പറഞ്ഞവർ ഒത്തിരി പേരുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നവരുണ്ട്, ശുശ്രൂഷയ്ക്കായി പോകുന്നവരുണ്ട്. ഇവർക്കെല്ലാം കർത്താവിനെ സ്തുതിക്കുന്നു. ഇവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സോ ഇത്രയും പേരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥനയ്ക്ക് വളരെ 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 എഫക്റ്റ് ഉണ്ട്. ദയവായിട്ട് എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ട്. കർത്താവെ, ഈ വിശ്വസിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തി എനേറ്റ് നിൽക്കുന്നവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ബർത്ത്ഡേസ് ആഘോഷിക്കുന്നവർക്ക് വരുന്നൊരു വർഷം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷം ആയുസ്സിനോട് ദീർഘിപ്പിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. വരുന്നൊരു വർഷം ഏറ്റവും ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മാത്രമല്ല, വെബ്കാസ്റ്റിൽ കൂടെ ഞങ്ങളോടൊപ്പം ആരാധനയിലായിരിക്കുന്നവരെയും ഈ സമയം
ബർത്ത്ഡേസ് ആഘോഷിക്കുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. ആനിവേഴ്സറീസ് ആഘോഷിക്കുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. യാത്രകൾക്കായി പോകുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചയക്കുകയാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷകൾക്കായി പോകുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മുദ്ര വെച്ച് ജനത്തെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദയവായിട്ടിരുന്നാലും ഇന്ന് ആദ്യമായി കടന്നു വന്നവരെ ഒന്ന് കാണുവാൻ, വെൽക്കം ചെയ്യുവാൻ ആഗ്രഹിക്കുക. അതിൻ്റെ മുൻപ് ആക്ച്വലി മലയാളം സർവീസ് ഇൻ്റർനാഷണൽ സർവീസ്. ഇന്ന് ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണലി കടന്നു വന്ന ഒത്തിരി പേരുണ്ട്. ആൻഡമാൻസിൽ നിന്ന് വന്ന കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ബട്ട് പാസ്റ്റർ, ഐ വോണ്ട് യു ടു സ്റ്റാൻഡ് അപ്പ് പ്ലീസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. കർത്താവിൻ്റെ ദാസനും ഫാമിലിയും ദയവായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഡാലസിൽ നിന്നൊരു ഫാമിലി കടന്നു വന്നായിരുന്നു. ക്യാൻ ഐ റിക്വസ്റ്റ് യു ടു സ്റ്റാൻഡ് അപ്പ് പ്ലീസ്? ഡാലസിൽ നിന്ന് കടന്നു വന്ന ഫാമിലി. ഡാലസിൽ നിന്ന് 2 ഫാമിലീസ് ഉണ്ട്. ഐം സോറി, ഇന്നലെ ജസ്റ്റ് ബ്രീഫായിട്ട് കാണുവാൻ സാധിച്ചു. വിൽ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്? ഫിലദൽഫിയയിൽ നിന്ന് വന്നൊരു ഫാമിലി ഉണ്ട്. ഫിലദൽഫിയയിൽ നിന്ന് വന്ന ഫാമിലിയെ കാണുന്നില്ല. ഇഫ് യു ഹിയർ, ഐ വോണ്ട് യു ടു സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ജെഡയിൽ നിന്ന് വന്നൊരു ഫാമിലി ഉണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് വിസിറ്റേഴ്സായിട്ട് കടന്നു വന്നവർ. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണലായിട്ട്, മേ ബി ഈവൻ ഫ്രം കേരള, ബാംഗ്ലൂർ സിറ്റിയിൽ പാർക്കുന്നവരല്ല, പകരം കേരളത്തിൽ നിന്നോ ഇന്ത്യയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നോ ഇല്ലെങ്കിൽ വിദേശത്തു നിന്നോ ഒരു വിസിറ്ററായി കടന്നു വന്ന എല്ലാവരും ദയവായിട്ട് ഒന്ന് എണീറ്റ് നിൽക്കാമോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? ഈ കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വി ആർ സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ വിത്ത് us. ഇന്ന് കടന്നു വന്നതിൽ കർത്താവിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത പ്രാവശ്യവും ഭാരതത്തിൽ കടന്നു വരുമ്പോൾ, ഇല്ലെങ്കിൽ കർണാടക ബാംഗ്ലൂർ സിറ്റിയിൽ കടന്നു വരുമ്പോൾ ദയവായിട്ട് ഞങ്ങളോടൊപ്പം ആരാധനയിൽ കടന്നു വരണം എന്ന് കർത്താവിൽ അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്ലീസ് ബി സീറ്റഡ്. ഈ പട്ടണത്തിലുള്ളവർ ഇന്ന് ആദ്യമായി ആരാധനയ്ക്ക് കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ക്യാൻ വി സീ യു പ്ലീസ്? വി ജസ്റ്റ് വാണ്ട് ടു വെൽക്കം യു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വി വാണ്ട് ടു വെൽക്കം യു. ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് റിമെയിൻ സ്റ്റാൻഡിങ് ഫോർ 1 ക്വിക്ക് മിനിറ്റ്. താങ്ക് യു. എനിക്ക് ചിലരെ പരിചയമുള്ളവരുണ്ട്. ഈ എണീറ്റ് നിൽക്കുന്നവരെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ദയവായിട്ട് ഇരിക്കരുത്. ആസ് എ ചർച്ച് വി വെൽക്കം യു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് us. ഇതിനോടൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്? കാര്യം ഐ ആം ഗോയിങ് ടു സീ എ കപ്പിൾ ഓഫ് തിങ്സ്. ഓക്കെ, അങ്കിളുണ്ട്. താങ്ക് യു. ഈ എണീറ്റ് നിൽക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ പട്ടണത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മറ്റൊരു ആരാധനയിൽ നിങ്ങൾ സ്ഥിരമായി പോകുന്നവരല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരണം എന്ന് കർത്താവിൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സോ ഈ നിൽക്കുന്നവരുടെ ക്യാൻ വി ഗിവ് എ ഷീറ്റ് ഓഫ് പേപ്പർ? അറ്റ്ലീസ്റ്റ് ആർ വി ടേക്കിംഗ് ദം ഔട്ട്? ഓക്കെ, ക്യാൻ ഐ റിക്വസ്റ്റ് ദിസ്? ഞങ്ങളുടെ ചർച്ചിലുള്ള റിസപ്ഷൻ ടീം നിങ്ങളൊന്ന് കാണുവാനും പരിചയപ്പെടുവാനും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, പ്രയർ റിക്വസ്റ്റ് ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുക. സോ ആ ഫ്ലാഗ് പിടിക്കുന്നവരോട്, ഐ ഡോണ്ട് സീ ദം. ഫ്ലാഗ് പിടിച്ചിരിക്കുന്നവർ ദയവായി മുൻപോട്ട് വന്നാട്ട്, അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ. എൻ്റെ മുൻപിൽ ഇപ്പോൾ 2 പേര് വരും. ദേ വിൽ കം വിത്ത് ദ ഫ്ലാഗ്സ്. അവർ ആസ് ദേ വാക്ക് ഔട്ട് നിങ്ങളും കൂടെ ദയവായിട്ട് അവരുടെ കൂടെ ചെല്ലണം. കാര്യം നിങ്ങളുടെ പേരും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എടുത്ത് പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളെ തിരിച്ച് നിങ്ങളായിരിക്കുന്ന സീറ്റുകളിൽ തന്നെ, നിങ്ങൾക്ക് റിസർവ്ഡ് ആയിരിക്കുന്ന സീറ്റുകളിൽ നിങ്ങൾ മടങ്ങി വരും. സോ ദയവായിട്ട് ഈ സമയം ഇവരുടെ കൂടെ ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഗോഡ് ബ്ലെസ് യു. അടുത്തിരിക്കുന്നവർ പ്ലീസ് അസിസ്റ്റ് ദം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അനൗൺസ്മെൻ്റ് ആയിട്ട് ഇനി ഒറ്റ കാര്യം കൂടെ മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നമ്മുടെ റിയൽ ആവശ്യങ്ങളുടെ സമയത്ത് ദൈവം പലരെയും ഏൽപ്പിച്ചു. ഇസി, നമ്മുടെ ബാംഗ്ലൂർ നോർത്തിൻ്റെ MP ആയിരുന്ന ഡോക്ടർ H.T. സാംഗ്ലിയാന, ആദ്യം അദ്ദേഹം ഇവിടുത്തെ ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു. അതിനുശേഷം ഇവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു. അവിടുന്ന് MP ആയിട്ട് എലക്ട് ചെയ്തു. ബാംഗ്ലൂർ നോർത്തിൻ്റെ MP ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ്റെ വൈസ് ചെയർപേഴ്സണായിട്ട് അദ്ദേഹത്തിന് ഒരു എലിവേഷൻ കിട്ടി. ഇന്ന് അദ്ദേഹം ഈ ചർച്ചിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇതിൻ്റെ അകത്ത് സംസാരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് യങ്സ്റ്റേഴ്സിനോട് മാത്രം സംസാരിക്കുവാനായിട്ട് സമയം വേർതിരിക്കുകയാണ്. അതുകൊണ്ട് ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 18 and 35, 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർ മാത്രം, അവരോട് സംസാരിക്കുവാനായിട്ട് ഈ ഹാളിൻ്റെ അകത്ത് വെച്ച് നടക്കത്തില്ല. കാര്യം ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ സെക്കൻഡ് സർവീസ് ഉള്ള സമയമാകുമല്ലോ. ഹോളി കമ്മ്യൂണിൻ്റെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആശീർവാദം പറയുന്നതിൻ്റെ മുൻപേ ഞാൻ 18 year to 35 year ഓൾഡുള്ള എല്ലാവരും എനേൽക്കാൻ ആവശ്യപ്പെടും. ഇപ്പോഴല്ല, ആശീർവാദം പറയുന്നതിൻ്റെ മുൻപേ. അങ്ങനെയുള്ളവരുടെ കരമൊന്ന് കണ്ടോട്ടെ. 18 to 35. ഐ എം ടോക്കിംഗ് ടു ഓൾ ഓഫ് യു. കരങ്ങൾ താഴ്ത്തിയിട്ടല്ല. അത്രയും പേര് എനേറ്റ് കഴിയുമ്പോൾ, പക്ഷേ അത് ടൂ മച്ച് ആയിരുന്നു. അത്രയും പേർക്ക് പാരിഷ് ഹാളിൽ കയറാൻ പോലും പറ്റത്തില്ല. അവിടെ 1000 പേർക്ക് വരെ മാത്രമേ മാക്സിമം ഇട്ടിച്ച് തള്ളിയാൽ ഇവിടെ കസേര കാണത്തില്ല, നിൽക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് നിന്ന് സംസാരിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് വാട്ട് എവർ ഹി ഹാസ് ടു സേ. സോ ലെറ്റ് മീ റെഡ്യൂസ് ദി സ്പാൻ. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർ മാത്രം ഒന്ന് കാര്യം ഉയർത്താം. അങ്ങനെയുള്ളവരൊന്ന് എനേറ്റ് നിൽക്കാം. ഐ കാൻറ്റ് എസ്റ്റിമേറ്റ്. ഒന്ന് എനേറ്റ് നിൽക്കാമോ പ്ലീസ്?
എനിക്കറിയാൻ അത്രയും പേര് അകത്ത് കൊള്ളുമോ എന്ന്. ഇറ്റ് ബി ഡിഫിക്കൽട്ട്. സോ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ആയിരിക്കും. പക്ഷേ 18 വയസ്സ് മുതൽ 30 ഇയേഴ്സ് വരെ പ്രായമുള്ളവർ, താങ്ക് യു, പ്ലീസ് ബി സീറ്റഡ്, അവർക്ക് അതിൻ്റെ അകത്തോട്ട് വരാൻ സാധിക്കും. ഐ വിൽ വാക്ക് ഔട്ട് വിത്ത് യു. എനിക്ക് 30 വയസ്സിൽ കൂടുതലുണ്ട്, പക്ഷേ ഐ വിൽ വാക്ക് ഔട്ട് വിത്ത് യു. അവിടെ വന്ന് അദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, ഞാൻ ഓർക്കുന്നുണ്ട് ഈ ബിൽഡിംഗ് ഡെമോളിഷ് ചെയ്യാൻ പോലീസുകാർ വന്ന് ഇഷ്ടികകൾ ഇടിച്ച് താഴെ ഇടുമ്പോൾ പെട്ടെന്ന് എനി ടൈം രാവും പകലും അദ്ദേഹത്തെ വിളിക്കാൻ ഉള്ള ഫ്രീഡം ഉണ്ട്. ഞാൻ വിളിച്ചു, അങ്കിള് ഇവിടെ പോലീസുകാർ വന്നു. പെട്ടെന്ന് ഇവിടുത്തെ അധികാരികളോട് സംസാരിക്കുകയും ചർച്ച് കൺസ്ട്രക്ഷൻ്റെ ഡെമോളിഷൻ നിർത്തുവാൻ, അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദൈവം പ്രവാചകന്മാരിൽ കൂടെ പലതും അരുളി ചെയ്തു. പക്ഷേ അതിൻ്റെ നിവർത്തീകരണത്തിൻ്റെ സമയമായപ്പോൾ ആദ്യഘട്ടങ്ങളിൽ മോശയിൽ കൂടെ ദൈവത്തിൻ്റെ ആലയം പണിതു. പിന്നെ അധികാരത്തിലിരിക്കുന്ന ദാവീദ് രാജാവിൽ കൂടെ ദൈവം ആലയത്തിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ മതിലിൻ്റെ പണിക്ക് നെഹമ്യാവിനെയും എസ്രയെയും അതുപോലെ എസ്തറിനെയും കോരേഷിനെയും പലരും ഉപയോഗിക്കേണ്ടി വന്നു. എസ്തറിൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നുള്ളൊരു വാക്ക് ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ മാനുഷിക ബുദ്ധിയെ കവിയുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത് പല മണ്ഡലങ്ങളിൽ വെളിപ്പെട്ട് വരും. നമുക്ക് അനുകൂലമായി വെളിപ്പെട്ട് വന്ന പൊളിറ്റിക്കൽ മണ്ഡലങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ദൈവം നമുക്ക് അധികം വഴികൾ, വാതിലുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെസ്, കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. ഇതിൻ്റെ അകത്ത് വാതിലുകൾ ദൈവം തുറന്നു തരട്ടെ. സോ അതിനുവേണ്ടി നമ്മളെല്ലാം തയ്യാറാകണം എന്ന് അപേക്ഷിക്കുക, പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുക. നമ്മുടെ ശബ്ദം പുറത്ത് കേൾക്കുവാൻ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാരെ ദൈവം ഏൽപ്പിക്കണം. നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും ലോക്കൽ ലെവലും എല്ലാം നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശബ്ദം. ഒരു കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് അറിയത്തില്ല ആഹാരം കൊടുക്കേണ്ട സമയം. അറിയാമെങ്കിലും കുറച്ചും കൂടെ എഫക്റ്റീവാണ് കുഞ്ഞ് കരയുമ്പോൾ. സഭയ്ക്കകത്താണെങ്കിലും വീടിൻ്റെ അകത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അൺലെസ് വി ആർ ഹേർഡ്, അൺലെസ് ആ വോയിസ് ഇസ് ഹേർഡ്, നമ്മുടെ ശബ്ദം കേൾക്കുന്നിടം വരെ അതിന് പ്രതികരിക്കുവാൻ ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരികയില്ല. ഇതിൻ്റെ അകത്ത് ആവശ്യം വന്നപ്പോൾ അതിൻ്റെ ശബ്ദം ഉയർത്തുവാൻ തക്ക സ്ഥലങ്ങളിൽ ദൈവം തക്ക ആൾക്കാരെ നിയമിച്ചു. ഇന്നും പുതിയ ആൾക്കാരെ ദൈവം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വരുന്ന ഗവൺമെൻറ്റുകളിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിലും എസ്പെഷ്യലി കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നമ്മൾക്ക് അനുകൂലമായി ഉയർന്ന വ്യക്തികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. സോ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇന്ന് ദൈവം ചെയ്തെടുക്കുവാൻ ഡോക്ടർ സാംഗ്ലിയാന വരുമ്പോൾ സഹകരിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും ദയവായിട്ട് സഹകരിക്കണം. അദ്ദേഹം പറയുന്നത് കേൾക്കുവാൻ താല്പര്യമുള്ളവരും ദയവായിട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. തുടർന്ന് കർത്തൃമേശയിലേക്കും ആരാധനയെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുവാൻ പോകുകയാണ്. അതിനായി ഡാഡി വരുന്നതായിരിക്കും. കർത്തൃമേശയ്ക്ക് ശേഷം പാസ്റ്റർ പ്രിൻസ്, ബ്രദർ പ്രിൻസ് പ്രൈസിനായിരിക്കും ശുശ്രൂഷിക്കുന്നത്. കർത്തൃദാസന്മാരായി കടന്നു വന്നവരെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ രാവിലെ വിളിച്ചപ്പോൾ എല്ലാവരും വന്നില്ല, പ്രിൻസ് ആ സമയത്തില്ലായിരുന്നു. ദെൻ ആശാരൂപദേശിയുടെ മോൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പാസ്റ്റർ PV ആശാരൂപദേശി എന്ന പേര് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ PV ആശാരൂപദേശിയുടെ പേര് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സാധാരണ ആളുകളിൽ മിക്കവർക്കും അറിയാവുന്നത്, ആ ക്രൈസ്തവർക്ക് പ്രത്യേകിച്ചും. സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ്, അതിശക്തമായി ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കാനും തൻ്റെ വിശ്വാസത്തിനും തൻ്റെ കാഴ്ചപ്പാടിനും വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാനും ദൈവം കാലഘട്ടത്തിൽ നിയമിച്ചവരിൽ ഒരാളാണ് ആശാരൂപദേശി. അദ്ദേഹം നമ്മുടെ ചർച്ച് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ എൻ്റെ അറിവിൽ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. വന്നത് നമ്മുടെ ചർച്ചിലായിരുന്നു. വളരെ പ്രയോജനകരമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചുമോനിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണുന്നത് മോനെ, നിൻ്റെ വല്യപ്പനില്ലാഞ്ഞ വിദ്യാഭ്യാസം ദൈവം നിനക്ക് തന്നു, കഴിവ് ദൈവം നിനക്ക് തന്നു. വല്യപ്പനെ ദൈവം ഉപയോഗിച്ചതിനേക്കാൾ കുറയാതെ ഉപയോഗിക്കാൻ തൻ്റെ തത്വങ്ങളിൽ മുന്നോട്ട് പോയി കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബാലകനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ തരും. അവനൊരു പൈതൃകം പറയാനുണ്ട്, ഞങ്ങളിൽ അനേകർക്കതില്ല. ദൈവത്തിന് വേണ്ടി ദൈവം ഈ മനുഷ്യനെ പ്രയോജനപ്പെടുത്തണേ, അധികമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണേ. ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, മഹത്വം എടുക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു വെരി മച്ച്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എതിരായപ്പോൾ ഒരു പ്രാവശ്യം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബൈബിൾ വെച്ചിരുന്നത് എടുത്തു മാറ്റാൻ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടു. ബൈബിൾ അവിടുന്ന് എടുക്കത്തില്ല, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് പീരീഡ് അതിനുണ്ട്. ആ കോൺട്രാക്ട് പീരീഡ് വരെ അവിടെ വെച്ചോളാൻ ആ റെയിൽവേ അതോറിറ്റിക്ക് പണം കൊടുത്ത് ഒരു ബോക്സ് എടുത്ത് വെച്ചിരിക്കുക. അവിടുന്ന് അതുവരെ മാറ്റത്തില്ല എന്ന് ബൈബിൾ സൊസൈറ്റി പറഞ്ഞു. ഇപ്പം എല്ലാം കൂടെ തല്ലിപ്പൊട്ടിച്ച് എടുത്ത് കളയും, അതോടുകൂടെ തീരും. യേശു ഏകരക്ഷകൻ എന്ന ആശയം മേലാൽ തിരുവല്ലായുടെ ചുറ്റുവട്ടത്ത് പറയരുത് എന്നിത്യാദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം തിരുവല്ലായിലുണ്ടായ ഒരു കാലം ഓർമ്മയുണ്ട്.
അന്ന് തിരുവല്ലക്കാർക്ക് അതൊന്നും ആർക്കൊന്നും ചെയ്യാൻ ഒത്തില്ല. പി വി ആശാരി ഉപദേശി അവിടെ വന്നു. 70 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ഭയങ്കര ബാനർ, യേശു ഏക ലോകരക്ഷകനെന്ന് എഴുതി തിരുവല്ലയിലെ ഏറ്റവും വലിയ ആ സ്ഥാനത്ത്, അല്ലെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് അത് വലിച്ചു കെട്ടിയേച്ച് തിരുവല്ലയിൽ നിന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, എൻ്റെ തല കഴുത്തിൻ്റെ മേളിൽ ഉണ്ടെങ്കിൽ ഇത് എടുക്കുകയാണ്. കാര്യം യേശു ഏക ലോകരക്ഷകൻ. ആരും കഴുത്ത് വെട്ടാൻ വന്നില്ലെങ്കിലും അത് പറഞ്ഞ് സ്ഥാപിക്കാൻ ഒരാൾ വേണമായിരുന്നു. ഉപയോഗമുള്ള സ്ഥാനങ്ങളിൽ ദൈവം ഉപയോഗിച്ച അപൂർവം ദൈവമനുഷ്യരുള്ള ഒരാളാണ് അദ്ദേഹം. തനിക്ക് വിദ്യാഭ്യാസം തീരെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിൽ ഇംഗ്ലീഷ് പറയാൻ അറിയാൻ വയ്യായിരുന്നു. ആദ്യമായി ന്യൂയോർക്ക് പട്ടണത്തിൽ ചെന്നിറങ്ങുമ്പോൾ, നമ്മുടെ ചർച്ച വെച്ചും അദ്ദേഹം അത് ഉറക്കെ പറഞ്ഞതാണ്, ആദ്യമായി ന്യൂയോർക്ക് പട്ടണത്തിൽ ചെന്നിറങ്ങുമ്പോൾ തൻ്റെ കഴുത്തിൽ ഒരു കൊച്ചു ബോർഡ് എഴുതി കെട്ടി തൂക്കി, നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ ആരെങ്കിലും വന്നാൽ എൻ്റെ കാണുകയില്ല, പക്ഷേ ഞാൻ ആരാണെന്ന് കാണിക്കാൻ ഒരു ബൈബിളും തലയെ വെച്ചാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കയറി ചെന്നത്. അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് പോകുന്നതിന് മുമ്പേ UNOയുടെ ജനറൽ കൗൺസിലിൽ പ്രസംഗിച്ചാ പോയി. നമ്മിൽ ചിലരെ കൂടെ ദൈവം ഉപയോഗിക്കട്ടെ. നമുക്ക് വേഗത്തിൽ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കയറാം. അധിക സമയം ഞാൻ എടുക്കുന്നില്ല. കർത്തൃദാസന്മാർ ബാക്കി ഒരു കർത്താവദാസനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചില്ല. പക്ഷേ ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് കർത്തൃദാസന്മാർ ബാക്കി വന്നവർ എവിടുന്നാണ് വന്നതെന്നൊന്ന് പറയാമോ? ഔറംഗാബാദിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് കർത്താവിൻ്റെ ദാസനെ ഓർത്തത് എന്തോ ചർച്ച് ഓഫ് IPCയുടെ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ശുശ്രൂഷകനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ പരിചയപ്പെടാൻ സാധിച്ചില്ല. ആ ദൈവമനുഷ്യനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വന്നതിൽ വളരെ നന്ദി. നമുക്ക് തുടർന്ന് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കാം. സ്റ്റാൻലിയെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ഇവരെ പേര് വിളിക്കുന്നത് ദയവായി എന്നോട് ക്ഷമിക്കണം. അവരുടെ കുഞ്ഞു പ്രായം മുതലേ എനിക്കവരെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് വിളിച്ചു പോകാം. എൻ്റെ മക്കളാണ് ഇവിടുത്തെ 2 പാസ്റ്റേഴ്സ്. അവനെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും. എല്ലാവരെയും കേൾക്കുക, അങ്ങനെ പറയരുതെന്ന് എനിക്ക് ആശയമുണ്ട്. എന്നാലും അത് പറഞ്ഞില്ലേ, സ്നേഹം കുറഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയും. അതുപോലെ വരുന്നതാ, മതിക്കവിഞ്ഞൊന്നുമല്ല. പാസ്റ്റർ പ്രിൻസ് ഇവിടെ ഉണ്ട്. തുടർന്ന് അദ്ദേഹമായിരിക്കും ശുശ്രൂഷിക്കുന്നത്. ഞാൻ സാധാരണ ബൈബിൾ സ്റ്റഡി എടുക്കുന്ന ആ സമയത്ത് ഇന്ന് അദ്ദേഹം ശുശ്രൂഷിക്കും. എത്ര മിനിറ്റ് കിട്ടുമോ ആ പരമാവധി ലാഭിക്കാൻ വേണ്ടി വേഗത്തിൽ കർത്തൃമേശയിലേക്ക് തിരിയാൻ പോകുകയാണ്. ഞാനിന്ന് കർത്തൃമേശയുടെ വാചകങ്ങളായി അധികം പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഴയ നിയമം നന്നായി പഠിച്ചവനും ഇസ്രയേലിൻ്റെ സകല പാരമ്പര്യങ്ങളും നന്നായി അറിഞ്ഞവനും ഭക്തിമാർഗത്തിൽ മുന്നിൽ നിന്നവനും അതേസമയം ഒറ്റ കൽപ്പനയുടെ മുമ്പിൽ യേശുവിനെ അനുസരിപ്പാൻ തയ്യാറായവനുമായ വിശുദ്ധ പൗലോസാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ 4 സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ ഈ തിരുമേശയെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി സഭയ്ക്ക് എഴുതിയത്. അങ്ങനെ എഴുതേണ്ടതിന് വേണ്ടി അതേ പൗലോസിനെ ഒന്നുകൂടെ ശക്തീകരിക്കേണ്ടതിന് കർത്താവ് തന്നെ 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പഴയ കാര്യങ്ങൾ കാണിച്ചു. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എൻ്റെ കയ്യിൽ വെച്ചേക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാനാണ്. ദൈവസഭയ്ക്ക് ഏൽപ്പിച്ചു തന്നതുമായ അതിപ്രധാനമായ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ തിരുമേശ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. രാത്രിയിൽ യേശു ഇത് ചെയ്തതുകൊണ്ട് ഇതിനെ തിരു അത്താഴം എന്ന് വിളിക്കുകയും രാത്രികളിൽ മാത്രം ഇത് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുമെങ്കിലും ആരംഭ നൂറ്റാണ്ടിൽ ഇത് വൈകിട്ടാണ് ചെയ്തു വന്നിരുന്നതെങ്കിലും കൂടി വരുമ്പോഴൊക്കെയും ചെയ്യേണ്ടതിന് പകലും കൂടുന്നവർക്ക് പകൽ നിഷേധിക്കാത്ത കർത്തൃമേശ എന്ന പദവിയിലേക്ക് ഇത് മാറി. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഹാളിനകത്ത് വെച്ച് ഇത് നടക്കുന്നെങ്കിലും ഇത് കർത്താവിൻ്റെ മേശയാകയാൽ ജാതിമത വ്യത്യാസമില്ലാതെ കർത്താവിനുള്ളവർക്ക് ഇതിൽ നിന്ന് പങ്കെടുക്കാം. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആളുകളാണെങ്കിലും മേശ നമ്മുടെ അല്ലാത്തതുകൊണ്ട് കർത്താവിനുള്ളവരെന്ന് ഉറപ്പില്ലാത്തവർ ഇതിൽ നിന്ന് പങ്കെടുക്കരുത്. സഭാംഗത്വം അല്ലതിന് വലുത് യേശുവുമായിട്ടുള്ള ബന്ധമാണ്. ഒരു വ്യക്തി യേശുവിൻ്റെ വകയാകുന്നത് എങ്ങനെ? 1, യേശുക്രിസ്തുവിൻ്റെ പ്രമാണപ്രകാരം യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച്. 2, യേശുവിൻ്റെ രക്ഷകനെന്ന് വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞ്. 3, യേശുവിൻ്റെ ദൈവത്വം അംഗീകരിച്ചുകൊണ്ട് യേശുവിനോട് ചേരുവാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച്. 4, യേശുവിൻ്റെ വകയാകയാൽ ലോകത്തിൽ നിന്ന് വേർപെട്ട് ലോകക്കാരോട് വേർപെട്ട്.
5 യേശുവിൻ്റെ വകയാകയാൽ തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിയന്ത്രിതമായി നടത്തപ്പെടുന്നവരും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിക്കുന്നവരുമായ എല്ലാവർക്കും ഇതിൽ നിന്ന് പങ്കെടുക്കാം. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിച്ച് ദൈവിക വേർപാടിൽ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാവരും ഇതിൽ നിന്ന് പങ്കെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓവർഫ്ലോയിലിരിക്കുന്നവരുണ്ട്, നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതേസമയം അവർക്ക് കർത്തൃമേശയുടെ എലിമെൻറ്റ് സെർവ് ചെയ്യുന്ന സമയം വേണമെങ്കിൽ അകത്തേക്ക് വരാം. ഇല്ല, സെക്കൻഡ് സർവീസിൽ വരുന്നവരാണെങ്കിൽ അവർ സെക്കൻഡ് സർവീസിൽ പങ്കെടുത്താലും മതി. ഒന്നാമത്തെ സർവീസിലും രണ്ടാമത്തെ സർവീസിലും ഒരുപോലെ തിരുമേശയിൽ പങ്കെടുത്താൽ അധികപ്പറ്റാകുമോ? ഒരിക്കലുമില്ല. കൂടി വരുമ്പോഴൊക്കെയും ആകാം. 2 പ്രാവശ്യവും കൂടി വരുന്നുണ്ട്, 2 പ്രാവശ്യവും പങ്കെടുക്കും. ഞാൻ ഈ 2 പ്രാവശ്യവും ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ച് ആരോഗ്യമുണ്ടെങ്കിൽ 2 പ്രാവശ്യവും ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. 2 പ്രാവശ്യവും ഞാനിതിൽ നിന്ന് പങ്കെടുക്കും. പക്ഷേ സെക്കൻഡ് സർവീസിൽ പങ്കെടുക്കുന്നവരകത്ത് വരുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സർവീസിലാകാം. പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് പോയേ മതിയാകൂ എന്നുള്ളവർ ഉണ്ടെങ്കിൽ, അവർ വെളിയിലാണെങ്കിൽ, ഓവർഫ്ലോകളിലാണെങ്കിൽ ഈ സമയത്ത് അവരകത്ത് വരണമേ എന്ന് ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഞാൻ ഇനി ഒന്നും പറയാതെ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് അടുക്കാൻ പോകുകയാണ്. ഈ സമയം പൗലോസ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഓർത്തോണം. അവനവൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്യുവാൻ. നമ്മെ തന്നെ ശോധന ചെയ്യുന്ന സമയമാണ്. ഈ മേശയിൽ എന്നോടുകൂടെ ശുശ്രൂഷിക്കുന്നവരും ഇതിൻ്റെ എലിമെൻറ്റ്സ് എടുത്തു കൊടുക്കുന്നവരുമായ കർത്തൃദാസന്മാർ, സഹോദരന്മാർ ഈ സമയം ദയവായി അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് എഴുന്നേറ്റ് വരുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് അവരെഴുന്നേറ്റ് വരുമ്പോൾ ഇരിക്കുന്ന നാമും ആ എഴുന്നേറ്റ് വരുന്ന അവരും ഒരുപോലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യുകയാണ്. കർത്താവേ, എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ നടപ്പിൽ, എൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ ജീവിതത്തിൽ ദൈവത്തിന് തിരിഹിതമല്ലാത്തത് എന്തെങ്കിലും എവിടെയെങ്കിലും വന്നെങ്കിൽ ഇന്ന് പകലത് എന്നോട് ക്ഷമിക്കണമെന്ന് നമുക്കിന്ന് നമ്മുടെ കർത്താവിനോട് പറയാം. യേശുവേ, ഇന്നത് എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എന്നെ ഒന്നുകൂടെ കഴുകണമേ. പാപത്തെ പാപമെന്ന് തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപപങ്കുലങ്ങളെ ഇന്ന് പകൽക്കാലം കഴുകി ശുദ്ധീകരിക്കണേ എന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ അവരവരെ സമർപ്പിച്ചൊരു കഴുകലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസിനോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കേവലം പത്രോസിനോടുള്ള പക്ഷഭേദമല്ല, നമ്മിൽ ഓരോരുത്തരോടും യേശുവിന് പറവാനുള്ളതാണ്. ഞാൻ നിന്നെ ഒന്നുകൂടെ കഴുകണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നടപ്പിലും അല്പമായ അശുദ്ധികളോ അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്തതോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവേ, എന്നെ ഒന്നുകൂടെ കഴുകണമേ, എന്നെ ഒന്നുകൂടെ കഴുകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവ് നമ്മെ കഴുകും. കർത്താവ് നമ്മെ കഴുകുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, ഞങ്ങൾക്കുള്ളതിനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു. ഇന്ന് പകൽ ഞങ്ങളുടെ ജനത്തെ ഒന്നുകൂടെ കഴുകണേ. ഈ വിശുദ്ധമേശയിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ അടിയനെ പ്രത്യേകം ശുദ്ധീകരിക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയനെ അങ്ങ് കഴുകണമേ. ഞങ്ങളുടെ സമയത്തിൻ്റെ പരിമിതിയിൽ വേഗത്തിൽ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരുന്നെങ്കിലും അങ്ങയുടെ മരണത്തെയും കഷ്ട അനുഭവങ്ങളെയും ഓർക്കുവാനും സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് പന്തിക്കിരിക്കുന്ന നാൾ വരെ അങ്ങയുടെ തിരുവചനം കാത്തി ഭൂമിയിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണേ, കഴുകണേ. കർത്താവേ, അടിയനെ പ്രത്യേകം കഴുകണേ. അടിയനോടുകൂടെ ശുശ്രൂഷിക്കുന്ന കൂട്ടു സഹോദരന്മാരെ ഒന്നിച്ച് കഴുകണമേ. തവ എലിമെൻറ്റ്സ് എടുത്തു കൊടുക്കുന്നവരെ പ്രത്യേകം കഴുകണമേ. എന്നിതിൽ നിന്ന് പങ്കെടുക്കുന്ന ചെറിയവരെയും വലിയവരെയും അങ്ങ് ഒരുമിച്ച് അനുഗ്രഹിക്കണേ. തിരുനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയെന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ വിളമ്പപ്പെടുന്ന ഈ അപ്പത്തെ കർത്താവ് വാഴ്ത്തേണ്ടതിനായി ഈ അപ്പവീഞ്ഞുകളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാരംഭമായി ഈ അപ്പത്തെ ദൈവകരങ്ങളിലേക്ക് ഉയർത്താം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമേ, അന്നൊരിക്കൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അപ്പം വാഴ്ത്തിയ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പുളിപ്പില്ലാത്ത അപ്പത്തെ ഞങ്ങൾ ഉയർത്തുന്നു. അടിയങ്ങൾക്ക് വേണ്ടി വാഴ്ത്തിയ, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി വാഴ്ത്തിയ ആ മുറിവേറ്റ കരം ഇതിന്മേൽ ഒന്നുകൂടെ നീട്ടി ഇതിനെ വാഴ്ത്തുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങ് ഇതിനെ വാഴ്ത്തണമേ. തൃക്കരങ്ങളിൽ നിന്നവണ്ണം മനുഷ്യരാകുന്നു ഞങ്ങൾ ഇതിനെ ഏറ്റുവാങ്ങുന്നു. തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നത് എൻ്റെ ശരീരം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം
തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും തനിക്ക് താൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നാം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നമ്മെ തന്നെ വിധിക്കുവാൻ നമുക്ക് കഴിവില്ല. എങ്കിലും തിരുവചനത്തിന് മുമ്പിൽ നമ്മെ ശോധന ചെയ്യുവാൻ, നാം വിധിക്കപ്പെടാതെ ഇരിക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ കർത്താവ് നമ്മെ അനുവദിക്കുകയാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും എടുത്തു. അത്താഴത്തെ വാഴ്ത്തിയ ശേഷം, അഥവാ അപ്പത്തെ വാഴ്ത്തിയ ശേഷം, പാനപാത്രത്തെ വാഴ്ത്തിയവനായ യേശുവിൻ്റെ കയ്യിലേക്ക് നമുക്ക് ഈ പാനപാത്രത്തെയും ഏൽപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ പാനപാത്രത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഒരേ അപ്പത്തിൻ്റെ അംശികളും ഒരേ പാനപാത്രത്തിൻ്റെ അവകാശികളുമായി ലോകത്തിൻ്റെ 5 വൻകരകളിലായി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടൊപ്പം അടിയങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പാനപാത്രം ഞങ്ങൾ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പാനപാത്രത്തെ വാഴ്ത്തിയ അങ്ങയുടെ ബലമുള്ള കരം ഇതിൻ്റെ മേൽ നീട്ടി ഇതിനെ വാഴ്ത്തണമേ. തൃക്കരങ്ങളിൽ നിന്ന് എന്നവണ്ണം വിശ്വാസത്താൽ ഏഴകൾ ഇതിനെ ഏറ്റെടുക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും എടുത്തു. നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പലരായ നാം ക്രിസ്തുവിലേക ശരീരമായി മാറേണ്ടതിന് ദൈവകോപത്തിൻ്റെ അഗ്നിയിൽ ചുടപ്പെട്ടവനായ യേശു ക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി ദൈവകരങ്ങളിൽ നിന്നവണ്ണം നാം ഇതിനെ ഏറ്റുവാങ്ങുകയാണ്. നാം നുറുക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. നാം കുടിക്കുന്ന പാനപാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാണ്. ഈ അപ്പത്തെയും പാനപാത്രത്തെയും ആ ചിന്തയോടുകൂടെ വാങ്ങുവാൻ, വിശുദ്ധിയും നിർമ്മലതയുമുള്ള കരങ്ങളോടുകൂടെ ഇതിനെ അനുഭവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൂസിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂസിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക. ദൈവത്തിൻ പുത്ര നീ ശാപത്തിൽ ആയല്ലോ. ദൈവത്തിൻ പുത്ര നീ ശാപത്തിൽ ആയല്ലോ.
ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കലേ, ക്രൂസിന്മേൽ കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും, ക്രൂസിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂസിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂസിന്മേൽ കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു.
ദൈവത്തിൻ പുത്ര നീ സാധുവേ സ്നേഹിച്ചു. ക്രൂസിന്മേൽ കാണുന്ന ദാരിദ്ര്യ, ക്രൂസിന്മേൽ കാണുന്ന ദാരിദ്ര്യ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളിയ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളിയ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂസിന്മേൽ കാണുന്ന ദാരിദ്ര്യ, ക്രൂസിന്മേൽ കാണുന്ന ദാരിദ്ര്യ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. കർത്താവേ, എലിമെന്റ്സിനെ അനുഗ്രഹിച്ചു തന്നതിനായി, ഈ അപ്പവീഞ്ഞുകളെ വാഴ്ത്തി തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ അപ്പവീഞ്ഞുകളെ അടിയങ്ങൾക്ക് വേണ്ടി വാഴ്ത്തിയതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. അപ്പത്തെ വാഴ്ത്തിയ ദൈവമേ, പാനപാത്രത്തെ വാഴ്ത്തിയ ദൈവമേ, അങ്ങ് മേഘപ്രത്യക്ഷതയിൽ അടിയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ അങ്ങയോടുകൂടെ പന്തിക്കിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങ് വേഗം വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഒരുക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. മഹത്വം മുഴുവൻ അങ്ങേക്കായിരിക്കും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അയോഗ്യമായി ഇത് ഭക്ഷിക്കുന്നവർ ബലഹീനരും രോഗികളുമാകുമെങ്കിൽ, യോഗ്യമായി ഇത് ഭക്ഷിക്കുന്നവർ ശക്തരും രോഗശാന്തി പ്രാപിക്കുവാനും കാരണമായി തീരട്ടെ. ഈ ഒരാഴ്ച മുഴുവനും ജീവിക്കുവാനുള്ള, ഒരു മാസത്തേക്ക് ആവശ്യമായ പുതിയ ബലം കർത്താവ് നമുക്ക് തരട്ടെ. ഞാൻ ഒരൊറ്റ മിനിറ്റ് പോലും ഇനി മുന്നോട്ടെടുക്കാതെ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. We acknowledge the presence of Dr. Sangliana along with us. Sir, we remember every time when we needed, you were with us. We know that until the Lord returns, we will continue together. I think there is another place where you are going to minister, and henceforth I am not going to ask you to come over here. But thank you so much for remembering us once again. God be with you, sir. As a church, we will be praying for you. You can kindly stand for 1 second because I have a purpose. Will you kindly take it? If you can kindly stand for a minute. Over 56 nations of the world. Sir, we have an active webcast going on. Over 56 nations. The people are with us. They are listening to us and they are watching you. Once again, in front of everybody, representing the Christian community, the wounded soul and spirit of Indian Christian community, we welcome you once again. Thank you so much and honor you. God bless you, sir. Kindly be seated.
തുടർന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ്റെയിലേക്ക് കൈമാറാൻ പോവുകയാണ്. പാസ്റ്റർ പ്രിൻസ്, വിൽ യു കൈൻഡ്ലി കം ആൻഡ് ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ്? എനിക്കറിയാം സമയം ഏറെക്കുറെ ആയി. 15 മിനിറ്റ് ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. മേ ബി 20 മിനിറ്റ്, അതിൽ കൂടുതലില്ല. കർത്താവ് മാനിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉയർപ്പിൻ്റെ പകൽക്കാലം നിങ്ങളുടെ മുൻപാകെ എനിക്കും ഒരു സാക്ഷിയായി നിൽപ്പാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ വലിയവനായ ദൈവം എനിക്കൊരിക്കലും നല്ല സാവകാശത്തെ ഓർക്കുന്നു. മുഖാന്തരങ്ങളായ എല്ലാ മാന്യ വ്യക്തികൾക്കും, വിശേഷാൽ കർത്തദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവർകൾ, പാസ്റ്റർ സുനിൽ പാസ്റ്റർ, എല്ലാ വ്യക്തികൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും ഇന്ന് പകൽ സമയം അറിയിക്കുന്നു. എൻ്റെ പേര് പ്രിൻസ് ഫ്രൈസൺ. ഞാൻ ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്നു. പാസ്റ്റർ എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല. വെറും ക്രിസ്തു സ്നേഹിക്കുന്ന, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഞാൻ ഓൺലൈനിൽ 56 കൺട്രീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. വ്യക്തിപരമാകുന്നുവെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമേ. ഒരു പക്ഷേ എൻ്റെ ഡാഡി ദുബൈയിലിരുന്ന് കാണുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഡാഡിയോടായിട്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഡാഡി കഴിഞ്ഞ 21 വർഷക്കാലം എനിക്ക് തരാമാകുന്നതെല്ലാം ദൈവം തന്നു. 4 വർഷക്കാലം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള വളരെ ശ്രേഷ്ഠമായി എന്നെ സമപ്രായം കിട്ടാത്ത എല്ലാം ഡാഡി തന്നു. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിൽക്കുന്ന സ്റ്റേജ് ഡാഡി കാണുന്നു, ഇവിടുത്തെ ഓഡിയൻസിനെ ഡാഡി കാണുന്നു. എനിക്ക് വിളിച്ചു പറയാനുള്ളൊരു സത്യമുണ്ട്. ഇനിയും മാനസാന്തരം വൈകരുത്. ഉള്ളിലെ ഒരു വേദനയാണ്. ഒരു പൂർണ്ണ മാറ്റത്തിനായി മകൻ ആഗ്രഹിക്കുന്നു. തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. വളരെയധികം കണ്ണുനീരോട് കൂടിയാണ് ഞാൻ ഇരുന്നത്. ഡാഡി കേൾക്കുന്നുവെങ്കിൽ എൻ്റെ ഉയരത്തിലെ അപ്പച്ചൻ എന്നെ നിർത്തിയിരിക്കുന്ന വേദി ഡാഡി കാണുന്നു. എൻ്റെ ഉയരത്തിലെ അപ്പച്ചൻ ഒരുക്കിയ വഴി ഡാഡി കാണുന്നു. ഇനി സമയമില്ല. നിത്യതയിൽ എനിക്ക് എൻ്റെ ഡാഡിയും കാണണം. ജഡത്തിൽ ഒത്തിരി കഷ്ടതയുണ്ടെങ്കിലും എൻ്റെ ദൈവം നിർത്തിയിരിക്കുന്ന വഴികൾക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ അനുഭവങ്ങൾ ഒത്തിരി കണ്ടിരിക്കാം. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് എൻ്റെ ദൈവം, എൻ്റെ ദൈവം അവൻ വിടുവിക്കുന്ന ദൈവമാ, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. അല്പസമയത്തെ ചിന്തയ്ക്കായി വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 86 അധ്യായം അതിൻ്റെ 17 വാക്യം. സങ്കീർത്തനങ്ങൾ 86 അധ്യായം 17 വാക്യം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ശ്രദ്ധിക്കണമേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഹൃദയങ്ങളിലേക്ക് ചില ചിന്തകൾ ഞാൻ ഇടുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ച യോഗ്യതയില്ലാതിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വിളി. ശ്രദ്ധിക്കണമേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം. ഇന്നിവിടെ ഇരിക്കുന്ന പല വ്യക്തികളുടെയും ഹൃദയത്തിൽ ആഗ്രഹം, കർത്താവേ എനിക്കൊരു അടയാളം വേണം. ലോകം എന്നെ നിന്ദിക്കുന്ന തലമുണ്ട്, ലോകം എന്നെ തള്ളിക്കളയുന്നൊരു തലമുണ്ട്. അതിൻ്റെ മുൻപാകെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ പലരും ആഗ്രഹിക്കുന്നതാ എൻ്റെ നിലനിൽപ്പിനായി. പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ നിലനിൽപ്പിനായ ഇന്ന് നാം ജീവിക്കുന്നത്. നാം ഓരോ പ്രക്രിയകൾ ചെയ്യുന്നതെല്ലാം നിലനിൽപ്പിനായ. ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, എന്നെ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ വിളിച്ചു പറയുന്നു, യേശു തമ്പുരാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കായി ഒരു അടയാളം കൽപ്പിക്കുവാൻ പോകുകയാണ്. മോശ ഇസ്രായേൽ മക്കൾക്കായി ഇറങ്ങിത്തിരിച്ചപ്പോൾ തൻ്റെ മനസ്സിൽ ഒത്തിരി ചിന്തകളും ഒത്തിരി ചോദ്യങ്ങളും കടന്നു വന്നു. എന്നാൽ ദൈവത്തോട് ആവശ്യപ്പെട്ട്, കർത്താവേ, ഏതിനാൽ ഞാൻ തിരിച്ചറിയും? ഇതാ നിന്റെ കയ്യിരിക്കുന്ന വടി താഴെയിട്. നിന്റെ ചിന്തകൾ, നിന്റെ പ്രവൃത്തികൾ എൻ്റെ പക്കൽ നീ ഏൽപ്പിക്കുന്നുവെങ്കിൽ നിനക്കായി ഞാനൊരു അടയാളം അയക്കുവാൻ പോകുന്നു. കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട, നീ വേദനിക്കേണ്ട. നിന്റെ സ്റ്റെപ്പ് നീ മുൻപോട്ടൊന്ന് വെച്ചാൽ മതി. എൻ്റെ ദൈവം നിനക്കായി അടയാളങ്ങൾ തരുവാൻ പോകുകയാണ്. എൻ്റെ ദൈവം നിനക്കായി അടയാളങ്ങൾ തരാൻ പോകുക. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ ദൈവത്തിൻ്റെ അടയാളം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. കുഞ്ഞെ, നീ ദൈവത്തിൻ്റെ ജനമെങ്കിൽ, സഹോദര നീ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ, എൻ്റെ ദൈവം നിനക്കായി അടയാളങ്ങൾ അയക്കുവാൻ പോകുക. ദാവീദ് രാജാവ് ഒത്തിരി കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി. രാജ്യത്തിൻ്റെ അവസ്ഥയിലും ഒത്തിരി ബലഹീനതകൾ തന്നെ ജീവിതത്തിൽ കടന്നു വന്നു. ദാവീദേ, നീ എടുക്കുന്ന ഒരു ചെറിയ കല്ല് വലിയ ഒരു ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ പോകുക. വലിയൊരു ഗോലിയാത്തിനെ ഇന്ന് പകൽ വീഴ്ത്തുവാൻ പോകുക. കുഞ്ഞെ, നീ എടുക്കുവാൻ തയ്യാറാക. കുഞ്ഞെ, ഒരു ചെറിയ കല്ല് നീ എടുക്കുവാൻ തയ്യാറാക. കർത്തൃദാസന്മാരെ, ഒരു ചെറിയ കല്ല ദൈവം നിന്നെ കൊണ്ട് എടുപ്പിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽ നീ എടുക്കുവാൻ തയ്യാറാക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. മൊർദെഖായിക്ക് അധികമൊന്നും പറയാനില്ല. അവൻ എടുത്തൊരു തീരുമാനമാണ് എസ്തേറിനെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ.
കുഞ്ഞെ, നിന്നെ ലജ്ജിപ്പിക്കുവാൻ ശത്രു പദം ഉടംധുന അറകൾക്കരയ ശത്രു വ്യത്യസ്തമായ പ്ലാനുകൾ ഒരുക്കുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ മനസ്സിൽ കൂടുന്ന ചെറിയ ചിന്തകൾ നിന്നെ ആ ദേശത്ത്, ഈ ലോകം ഇതുവരെ കാണാത്ത ശ്രേഷ്ഠമായ പദവിയിലേക്ക് മോർദേക്കായി, യെസ്, എന്റെ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ പകയ്ക്കുന്നവർ, എന്നെ പകയ്ക്കുന്നവർ, എന്നെ പകയ്ക്കുന്നവർ, എന്നെ നിന്ദിക്കുന്നവർ, എന്നെ തള്ളിക്കളയുന്നവർ ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ജനമേ, ക്രിസ്തുവിന്റെ രക്തത്താൽ ക്രിസ്തുവിന്റെ രക്തത്താൽ, എന്റെ യേശുവിന്റെ രക്തത്താൽ അവൻ വില കൊടുത്ത് നമ്മെ വാങ്ങിയതാ. അവൻ വില കൊടുത്ത് നമ്മെ വാങ്ങിയതാ. ലജ്ജിപ്പിക്കുവാനല്ല, തളർത്തിക്കളയുവാനല്ല, നിന്ദിപ്പിക്കുവാനല്ല, മറിച്ച് നന്മയ്ക്കായ ഒരു അടയാളം, നന്മയ്ക്കായ ഒരു അടയാളം. കേൾക്കണമേ, ഈ യോബ് ജീവിതത്തിൽ ഭാരപ്പെട്ടു, ഒത്തിരി നിരാശകൾ അനുഭവിച്ചു. 42-ാം അധ്യായത്തിൽ ദൈവം അവനോട് ഇടപെടുമ്പോൾ തൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ മാറി, തൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ മാറി. താൻ വിളിച്ചു പറയുകയാ, യെസ് ലോർഡ്, ഐ സറണ്ടർ. ഞാൻ തിരിച്ചറിയുന്നു, ഇത്രയും നാൾ ഞാൻ തിരിച്ചറിഞ്ഞില്ല, ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നു. കുഞ്ഞെ, 41 അധ്യായം കാണാത്തതൊന്ന് ഇതാ നടക്കുകയാ, ഇതാ നടക്കുകയാ. നിന്നെ തള്ളിക്കളഞ്ഞ സുഹൃത്തുക്കളുണ്ടല്ലോ, നിന്റെ മുൻപാകെ ഒരു പാപമോചനത്തിനായി കടന്നു വരികയാ. കുഞ്ഞെ, ഇന്ന് വരെ നിന്നെ അംഗീകരിക്കാത്ത വ്യക്തികൾ അവരുടെ വിടുതലിനായി നിന്റെ മുൻപാകെ കടന്നു വരികയാ. ഇന്ന് വരെ നിന്നെ മാറോട് ചേർക്കാത്ത നിന്റെ മാതാപിതാക്കൾ ഇന്ന് പകൽക്കാലം നിന്നെ ചേർക്കുവാൻ, നിന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുവാൻ ഇന്ന് പകൽ ഇറങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. കുഞ്ഞെ, ഇൻഡിവിജ്വലാ ദൈവത്തിന് അനുഗ്രഹം. ഇൻഡിവിജ്വലിയാ. പിതാവ് പോയത് ഉദ്ദേശിച്ച് അല്ല. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുതേ. നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുതേ. ഇന്ന് പകൽ ഇൻഡിവിജ്വലി അനുഗ്രഹം പകരുകയാ. എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം തരണമെന്ന് നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന തലമുണ്ടെങ്കിൽ കുഞ്ഞെ, ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ആത്മാവിവശനായി ഞാൻ വിളിച്ചു പറയുക, നിനക്കായി പ്രവർത്തിക്കുന്ന ഒരു തലം, നിങ്ങൾക്കായി ഇറങ്ങി വരുന്ന ഒരു കൈ, നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന 24/7 പ്രവർത്തിക്കുന്ന ഒരു ആള്. സ്വർഗത്തിന്റെ ടെലിഫോൺ നിന്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയാ. സ്വർഗത്തിന്റെ ടെലിഫോൺ നിന്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുക. ഓൺലൈനിൽ കൂടി എന്നെ ദർശിക്കുന്നവരെ, നിങ്ങളുടെ കണ്ണുനീർ കാണുവാൻ, നിങ്ങളുടെ നിലവിളി കേൾക്കുവാൻ നാളുകളായി ഉയർച്ചയില്ലാതെ ഭാരപ്പെടുന്ന തലമുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗത്തിന്റെ ടെലിഫോൺ നിന്റെ ഒരു കോളിനായി വെയിറ്റ് ചെയ്യുകയാ. ഏറ്റെടുക്കുന്ന തലങ്ങളിൽ നിന്ന് പകൽ വിടുതൽ വ്യാപരിക്കുകയാ. എന്നെ പകയ്ക്കുന്നവർ വിളിച്ചു പറ, ഹൃദയത്തിൽ തട്ടി എന്ന് വിളിച്ചു പറ, എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന്. എന്നെ പകയ്ക്കുന്നവർ, ചില ഹൃദയങ്ങളോട് ആത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ആത്മാവ് ചില ഹൃദയങ്ങൾ ഇടപെടുകയാ. യെസ്, നിൽക്കുന്ന സഹോദരങ്ങളെ, ആത്മാവ് അവസ്ഥകളെ മാറ്റുകയാ. ഞാൻ കാണുന്നു ഹിറ്റ് ചെയ്യുന്ന ഒരു ശക്തി, ഹിറ്റ് ചെയ്യുന്ന ഒരു അടയാളത്തിന്റെ ശക്തി. ഇന്ന് രാവിലെ നീ വേദനയോടെ എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി മുഴുമിപ്പിക്കാതെ പരിശുദ്ധ ആത്മാവിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം. അധികമൊന്നും ഭക്തനായ ദാവീദ് ചോദിക്കുന്നില്ല, കർത്താവേ എനിക്ക് ഒരടയാളം മതി. കേൾക്കണമോ ഒരു വലിയ വിടുതൽ? പുതിയ നിയമത്തിന്റെ ഒരു വലിയ ഗിഫ്റ്റ് കേൾക്കണമോ? ഇതാ, സകല മനുഷ്യരും മരിച്ച് മാറി മണ്ണിനോട് ചേർന്നപ്പോൾ ക്രിസ്തുവെന്ന ഏക അടയാളം എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കരുത്. കുഞ്ഞെ, ഇതിനും അപ്പുറമായ ഒരു അടയാളം എനിക്ക് ഉയരത്തിൽ നിന്ന് തരുവാനില്ല. ഇതിനും അപ്പുറമായ ഒരു അടയാളം എനിക്ക് ഉയരത്തിൽ നിന്ന് തരുവാനില്ല. ക്രിസ്തു സ്നേഹിക്കുന്നു,
യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പകയ്ക്കുന്നവർ, നിന്ദിക്കപ്പെട്ട തലങ്ങൾ ഒരുപക്ഷെ കണ്ടിരുന്നിരിക്കാം, ഭാരപ്പെടുന്ന വേദനിക്കുന്ന തലങ്ങൾ ഒരുപക്ഷെ കണ്ടുവരുന്നിരിക്കാം. ഇന്ന് പകൽ യേശു തമ്പുരാൻ വിളിച്ചു പറയുന്നു, കുഞ്ഞെ, നീ ആവശ്യപ്പെടേണ്ട ഒരേ ഒരു കാര്യം, കർത്താവേ, എന്നെ നിന്ദിക്കുന്നവർ, എന്നെ തള്ളിക്കഴിഞ്ഞ ഹന്നായുടെ ഉദരത്തെ ദൈവം അടച്ചു കേട്ടോ. യഹോവ ഹന്നായുടെ ഉദരത്തെ അടച്ചു. എന്നാൽ അവളുടെ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു, എന്നെ നിന്ദിക്കുന്ന ഒരു കൂട്ടമുണ്ട്, എന്നെ തള്ളിക്കളയുന്ന ഒരു കൂട്ടമുണ്ട്. ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ മനസ്സിൽ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. അവൾക്ക് പുരോഹിതനെ കാണാൻ സമയമില്ല, അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ കാണുവാൻ സമയമില്ല. കർത്താവേ, എനിക്കൊരടയാളം, എനിക്കൊരടയാളം. ഇന്നു പകൽ ആത്മാവ് വിളിച്ചു പറയുക, ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം 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 അത്യന്തം, യെസ്, അത്യന്തം അത്യന്തം. Rukama Sandareya Vaidaramase Torakasiti. ആത്മാവിന്റെ തലം വ്യാപരിക്കുകയാ. ആത്മാവ് ചിലരെ സ്പർശിക്കുകയാ. ആത്മാവ് ചിലരെ സ്പർശിക്കുകയാ. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി, അത്യന്തം പരമായി, അയ്യോ, അത്യന്തം പരമായി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചതാ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചതാ. ഞാൻ എഞ്ചിനീയറിംഗിന് കടന്നുപോയ നിമിഷം മുതൽ ഓരോ സെക്കൻഡിലും ജഡത്തിലെ കഷ്ടം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം പോലും എഴുതാൻ കഴിയാതെ ശത്രു എന്നെ 1.5 മാസത്തോളം ഹോസ്പിറ്റലെല്ലാം ഓടിച്ചു. ലാസ്റ്റിൽ ട്രിവാൻഡ്രം കിംസിലോട്ട് എന്നെ തള്ളി. ഒരൊറ്റ ഡോക്ടേഴ്സ് എൻ്റെ രോഗം കണ്ടുപിടിച്ചില്ല. അസംഷനിൽ ട്രീറ്റ്മെന്റ് ചെയ്തു, ആരും രോഗം കണ്ടുപിടിച്ചില്ല. ലാസ്റ്റിൽ ട്രിവാൻഡ്രം കിംസിലെ ഡോക്ടർ ചിരിച്ചുകൊണ്ട് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു, കുഞ്ഞെ, വൈറൽ ഫീവർ ആയിരിക്കാം, 1.5 മാസം ശ്രദ്ധിക്കണമേ. എൻ്റെ ഫ്രണ്ട്സ് ഒരു പക്ഷേ ഓൺലൈനിൽ എന്നെ കാണുന്നുണ്ടായിരിക്കാം. 3rd സെമസ്റ്ററിന്റെ എക്സാം ഞാൻ 17 എക്സാം ഒരുമിച്ച് എഴുതി. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും എൻ്റെ ജീവിതമാ, ഇതെന്റെ ജീവിതമാ, ഇതെന്റെ ജീവിതമാ, ഇതെന്റെ ജീവിതമാ. എന്റെ ജീവിതത്തിൽ യേശു പകർന്നതാ, എന്റെ ജീവിതത്തിൽ യേശു പകർന്നതാ. കുഞ്ഞു, ഒരു പക്ഷെ നീ വിദ്യാഭ്യാസത്തിൽ വീക്കായിരിക്കാം, നിന്റെ ബുദ്ധിക്ക് വളർച്ചയില്ലായിരിക്കാം. യേശു വിളിച്ചു പറയുന്നു, നീ ആത്മാവിൽ എഴുതി തുടങ്ങ്. നീ ആത്മാവിൽ വിളിച്ചു പറ, എന്നെ പകയ്ക്കുന്നവർ, എന്നെ പകയ്ക്കുന്നവർ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ഉയരത്തിൽ നിന്നൊരടയാളം. മനുഷ്യന്റെ അല്ല, മാനുഷികമായ കരങ്ങളല്ല, മാനുഷികമായ കരങ്ങളല്ല. എൻ്റെ മേൽ വാഗ്ദത്തങ്ങൾ പലതായിരുന്നു. എൻ്റെ പിതാവ് ഒരുക്കി തന്ന ഭൗതിക സമ്പത്തുകൾ, ഭൗതിക ശ്രേഷ്ഠത എന്നെ കൊണ്ടെത്തിച്ചത് ചെന്നൈ സത്യഭാമ കോളേജിൽ ഫൈനൽ ഇയർ. എന്നാൽ എൻ്റെ ഉയരത്തിലെ അപ്പൻ, എൻ്റെ ഉയരത്തിലെ പിതാവ് എന്നെ സ്നേഹിച്ച് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ബെഥേലേജിയുടെ സ്റ്റേജിൽ. ഏതു സ്നേഹമാണ് നിനക്ക് വേണ്ടുന്നത്? ഏതു സ്നേഹമാണ് ഇന്ന് പകൽ? വിശ്വാസികളെ ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, ഏതു സ്നേഹമാണ് നിനക്ക് ആവശ്യം? ഏതു സ്നേഹമാണ് നിനക്ക് ആവശ്യം? ഏതു സ്നേഹമാണ് നീ ആവശ്യപ്പെടുന്നത്? ലോകത്തിന്റെ പിന്നാലെ പോയി, ലോകത്തിന്റെ പിന്നാലെ നീ പോയി നാളുകളായി കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് നീ ടൈപ്പ് ചെയ്തിട്ടും സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ജഡത്തിൽ കഷ്ടമുണ്ടെങ്കിലും, ജഡത്തിൽ ഭാരമുണ്ടെങ്കിലും, എന്നെ ശത്രു കട്ടിലിൽ കിടത്തിയാലും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഇതൊരു ധൈര്യമാ, ഇതൊരു വിശ്വാസമാ, ഇതൊരു ശ്രേഷ്ഠമായ അനുഭവമാ. യേശു, യേശു അവൻ ജീവിക്കുന്നു. യേശു, യേശു അവൻ ജീവിക്കുന്നു. അങ്ങളെ ആത്മാവിൽ വിളിച്ചു പറയുക, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം. ഈ ദിവസങ്ങൾ എന്നെ രക്ഷിച്ചവൻ, എന്നെ വിടുവിച്ചവൻ കൽപ്പിക്കാൻ പോകുകയാ, കൽപ്പിക്കാൻ പോകുകയാ. ആത്മാവ് ഹൃദയങ്ങളോട് തൂത് വിളിച്ചു പറയുന്നു പകൽക്കാലം, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം, നന്മയ്ക്കായ ഒരു അടയാളം. കർത്താവേ, നീ തന്നേ പറ്റൂ. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ദൈവം, അയ്യോ, ഈ ദൈവം സഹായിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവം. കുഞ്ഞെ,
നിന്റെ മാതാപിതാക്കൾക്കോ നിന്റെ ഫ്രണ്ട്സിനോ ഒരു പക്ഷെ നിന്നെ സഹായിക്കാൻ കഴിയും. ആശ്വസിപ്പിക്കാൻ കഴിയുന്ന തലം അത് വേറെയാ, അത് അടുത്തൊരു മണ്ഡലമാ. തന്നെത്താൻ ആശ്വസിക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ അറിയൂ. തന്നെത്താൻ ആശ്വസിക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ കഴിയൂ. ക്രിസ്തുവിന്റെ സ്നേഹം വിളിച്ചു പറയുക. ഇന്ന് നാവെടുത്ത് അതരമെടുത്ത് നീ വിളിച്ചു പറ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടത് നന്മയ്ക്കായി, നന്മയ്ക്കായി. ഈ ദിവസങ്ങൾ നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നിന്റെ ശുശ്രൂഷ മേഖലകളിൽ ഇന്ന് പകൽ ഇതുവരെ ഇല്ലാത്തൊരു ചേഞ്ച് യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. യെസ്, അത് പ്രാപിക്കട്ടെ, അത് റിസീവ് ചെയ്യട്ടെ, 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 അത് റിസീവ് ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ. യെസ്, യെസ്. നിന്നെ സഹായിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവം, നിനക്ക് അടയാളം ഒരുക്കി തന്ന് നിന്ദിക്കാതെ നിന്നെ നിലനിർത്തുന്ന ദൈവം, ജഡത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ ദൈവത്തിന് നിന്ന ഭാഗ്യമായി എടുത്തു പറ, കർത്താവേ എനിക്കൊരടയാളം, എനിക്കൊരടയാളം. ഇന്ന് പകൽ ദൈവം ഈ സഭയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടിയനെയും പ്രാർത്ഥനയിൽ ഓർക്കണം അപേക്ഷിച്ചുകൊണ്ട് സമയമൊരുക്കുന്ന ദൈവദാസനും സഭയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വചനം ശുശ്രൂഷിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ പ്രിൻസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ബ്രദർ പ്രിൻസിനെ ഇവിടെ കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസനോടും അതും ബ്രദർ പ്രിൻസ് ബ്രദർ പ്രിൻസിനോടും നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നൗ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കടന്നു വന്ന യങ് മാരിഡ് കപ്പിൾസ്, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത കുറഞ്ഞത് 2 കപ്പിൾസ് ഉണ്ട്. ഒന്ന് ഇവിടെ സ്ഥാനപ്പെട്ട ബ്രദർ ആന്റണി ബാബു ആൻഡ് സിസ്റ്റർ ജോയ്സ്, അവർ ദയവായിട്ട് മുൻപിലോട്ട് കടന്നു വരണം. അതുപോലെ ബിവിൻ ആൻഡ് സിസ്റ്റർ സിമി, ഡാഡി കൊച്ചിയിൽ പോയി എറണാകുളത്ത് വെച്ച് ആ ലൊക്കേഷനിൽ വെച്ച് വിവാഹം നടന്ന 2 കപ്പിൾസ് ഉണ്ട്. സിമി, പ്ലീസ് കം അപ്പ് ടു ദ ഫ്രണ്ട്. ആൻഡ് വേർ ഇസ് ആന്റണി ബാബു ആൻഡ് ജോയ്സ്? ആന്റണി ബാബു ആൻഡ് ജോയ്സ് അവരും കൂടെ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരണം. ചേർച്ചായിട്ട് ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Can you come up here please? And yes, thank you. Please stand here. Face the church please. ഞങ്ങളെല്ലാ പ്രാവശ്യവും പുതുതായി വിവാഹം കഴിഞ്ഞ യങ് മാരിഡ് കപ്പിൾസിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. Anybody else who came here after marriage we have not acknowledged your presence? വിവാഹത്തിന് ശേഷം ഞങ്ങൾ സ്റ്റേജിൽ പ്രാർത്ഥിച്ച് മാനിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കം അപ്പ് ടു ദ ഫ്രണ്ട്. ഡാഡി ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചർച്ചിൻ്റെ വകയായിട്ട് ഒരു ചെറിയ മൊമെൻറ്റം അവർക്ക് കൊടുക്കുവാൻ താല്പര്യപ്പെടുകയും. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ 2 കുടുംബങ്ങളെ കർത്താവ് രൂപീകരിച്ചു, ദൈവം അവരെ മാനിച്ചു. ഇന്ന് പകൽ സഭയായി ഞങ്ങൾ ഇവരെ അംഗീകരിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നു. ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. അവരുടെ മാതാപിതാക്കളും അവരുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളോടൊപ്പം സന്തോഷിക്കുന്ന ഈ സമയം സ്വർഗം ഇവരെ ആശീർവദിക്കുവാൻ ദൈവകരങ്ങളിൽ തരുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പുതുതായി വിവാഹം കഴിച്ചവർക്ക് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കാറുള്ള ഒരു കൊച്ചു ഗിഫ്റ്റ്. വിൽ യു കൈൻഡ്ലി ആക്സെപ്റ്റ് ഇറ്റ്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ദയവായിട്ട് ഇത് അംഗീകരിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇന്ന് ശുശ്രൂഷിച്ച കർത്തൃദാസന്മാരെയും ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസന്മാരെയും ഒന്ന് ഓണർ ചെയ്യുവാൻ അവർക്കൊരു മൊമെൻറ്റം കൊടുക്കുവാൻ ആഗ്രഹിക്കുക. പാസ്റ്റർ തോമസ് ജോർജ് ബർഗീസ്, ഔറംഗാബാദ് മഹാരാഷ്ട്രയിൽ IPC ചർച്ചിൻ്റെ ശുശ്രൂഷകൻ ഇന്ന് നമ്മുടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ 30 വർഷത്തെ ആനിവേഴ്സറിയുടെ ഒരു മൊമെൻറ്റുമായി കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Can you put our hands together and bless this man of God? അതുപോലെ പാസ്റ്റർ ജെൻസൺ ആൻഡമാൻസ് എന്ന് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെൻസൺ ദയവായി കടന്നു വരണം. ഞങ്ങൾ ആൻഡമാൻസിൽ പോയപ്പോൾ ഞങ്ങളെ വളരെയധികം മാനിച്ച കർത്താവിൻ്റെ ദാസനാണ്. അവിടെ ഒരു ശക്തമായ ശുശ്രൂഷ ചെയ്തു വരുന്നു. താങ്ക് യു പാസ്റ്റർ ഫോർ ബീയിങ് വിത്ത് us. കർത്താവിൻ്റെ ദാസൻ്റെ മകൾ നമ്മുടെ കൂടെ ആയിരിക്കും. കർത്താവിൻ്റെ ദാസനെ വന്ദനം ചെയ്യുന്നു. പാസ്റ്റർ പ്രിൻസ് ഇന്ന് നമ്മളെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ബ്രദർ പ്രിൻസ് ദയവായിട്ട് മുൻപിലേക്ക് കടന്നു വന്ന് ഈ മൊമെൻറ്റ് അംഗീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബ്രദർ പ്രിൻസ്. അതുപോലെ ബ്രദർ സ്റ്റാൻലി എബ്രഹാം ആൻഡ് സിസ്റ്റർ നിസി,
അവർ കടന്നു വന്നിട്ടുണ്ടല്ലോ, അവരെ നമ്മൾ ശുശ്രൂഷിച്ചല്ലോ. ദയവായിട്ട് അവർ മുൻപിലേക്ക് കടന്നു വന്ന്, അറ്റ്ലീസ്റ്റ് ബ്രദർ സ്റ്റാൻലി എബ്രഹാം മുൻപിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തിൽ ദയവായിട്ട് അംഗീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. And finally, I want to say something to Dr. H.T. Sangliana. My father will be introducing you, or rather he'll be talking about you. I wanted all the youngsters below the age of, say, 35 to come and listen to you. But we do not have ample space in the facility where we are going to gather. And here we have the second service that will start in, I guess we are already running late. So we'll have to have the second service here. So we will move out. And so only the people between the age group of 18 to 35 will be able to join us. First come will be allowed first in. We will be able to only stand and listen to you. Now, let me in a few words introduce, before Daddy says this. Dr. H.T. Sangliana is an accomplished IPS officer. After serving a very decorative career in the Karnataka State Police, as the Police Commissioner of Bangalore City, then further on as the Director General of Police of the Karnataka State Police Force. Then further on he became the elected representative of Bangalore North. He was the Member of Parliament from Bangalore North. And further on he was also given the position of the Vice Chairman of the National Minorities Commission, a very powerful post. I've been privileged to go to his office in New Delhi. He was very courteous. Every time we had a need, was always available. Daddy may have a couple of words before he gives the memento. Normally, when people are introduced, I used to give the monument of the church, but to Dr. H.T. Sangliana. I think while the youngsters are going to be blessed today, it's not me, my son shall do it. He is not of the age of my son, maybe of mine, somewhere nearby. 30 years back, when I was, 1983, when I was taking over the church with 22 members, it was one among the people who encouraged me was Dr. H.T. Sangliana. He is an IPS officer, he is a renounced man, but at the same time, he is a prayerful man, he is a committed Christian, he is a servant of the living God, and he had been serving the Lord. Sir, we honor you as an IPS officer. We honor every IPS officer. We honor you as a Christian. We honor every Christian. But much above, the services that you have surrendered for the Christendom over here that cannot be forgotten in the coming generations. We have nothing to honor you. But let me pray that some of our youngsters will take up the position and will take up a stand like you have taken. I remember once he told me, there are only few officers countable on the fingertips who would stand for truth in the whole of India, while the majority of the senior officers fall for bribing and all such things. Thank God for having kept a man of this particular nature. He had been traveling abroad, even now his family is settled here and there. And I know, his children are all around the world. But I remember when he come home, when we offered him a cup of coffee, he first prayed for and then only had it. You proved yourself to be a servant of God. Sir, I wish that you may kindly come and take this from the youngsters itself, while all our youngsters standing before God. Will every youngster stand at this time above the age of 18? Above the age of 18, go up to 35, and everybody is standing. But each of you, I want you to take a challenge in your life, that some of us, we are going to build our lives and become something like him. Okay, Joshua and Shaji are the representatives to the political realm from the church. Will you kindly come up to the stage without your shoes? They are in the political realm from the church. But on the other hand, those youngsters standing before me, you have not lost the chance of growing up in life. I want somebody to grow. May God bless you. Thank you, sir. Let me have a word of prayer and close. You kindly be seated. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരിൽ വെളിയിലേക്ക് പോയി മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവർ ദയവായി എളുപ്പം എഴുന്നേറ്റ് അങ്ങോട്ട് പോയിക്കോണം.
ഇത്രയും പേർക്ക് അതിനകത്ത് കയറാൻ ഒക്കത്തില്ല, നമുക്കറിയാം. ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ച് നമ്മൾ ആശീർവാദം പറയാൻ പോവുക. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്നത്തെ ആരാധനയെ അനുഗ്രഹിച്ച് ചില മിനിറ്റുകൾ ഞങ്ങൾ വൈകിപ്പോയി കർത്താവേ, എങ്കിലും ഇവിടം വരെ കൊണ്ടുവന്ന മഹാകരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. നിത്യദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പട്ടണം യേശുവിന് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, ഈ പട്ടണത്തിൽ ദൈവശക്തി റേഡിയേറ്റ് ചെയ്യുവാൻ അങ്ങയുടെ തേജസ് വഹിക്കുന്നവരായി തമ്പുരാൻ ഇവരെ പറഞ്ഞയക്കണമേ. മുഴുമഹത്വവും അങ്ങേക്കായിരിക്കും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരെ ഒരേയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം. സമാധാനത്തോടെ പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 more minutes. We have to have the second service. 2 മിനിറ്റ് കഴിയുമ്പോൾ സെക്കൻഡ് സർവീസ് ആരംഭിക്കേണ്ടതാണ്. ദയവായി ഇത് ശ്രദ്ധിച്ച്